ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ LDF-ൽ ധാരണയായിരിക്കുന്നു. 15 സീറ്റുകളിൽ CPM-ഉം 4 CPI-യും മത്സരിക്കും. മാറ്റമില്ലെന്നർത്ഥം. UDF വിട്ടുവന്ന കേരള കോൺഗ്രസ് എമ്മിന് സിറ്റിംഗ് സീറ്റായ കോട്ടയം തന്നെ നൽകാനും തീരുമാനമായിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ചേരുന്ന മുന്നണി നേതൃയോഗത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. റിപ്പോർട്ട്. മുന്നണിയിലെ പ്രധാന പാർട്ടികളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച് LDF നേതൃത്വം ധാരണയിലെത്തിയത്. മുന്നണിയിലെ പുതുമുഖമായ കേരള കോൺഗ്രസ് എം സിറ്റിംഗ് സീറ്റായ കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട സീറ്റ് കൂടി ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ തവണ CPI മത്സരിച്ച കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് നൽകാൻ പൂർണ്ണ സമ്മതമാണെന്ന് നേതൃത്വം അറിയിച്ചു. എന്നാൽ രണ്ടാമതൊരു സീറ്റ് കൂടി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും വ്യക്തമാക്കി. CPM നിർദ്ദേശത്തിന് വഴങ്ങിയ കേരള കോൺഗ്രസ് എം നേതൃത്വം ആവശ്യത്തിൽ നിന്ന് തൽക്കാലം പിന്മാറി. കഴിഞ്ഞ തവണത്തേതുപോലെ CPI ഇത്തവണയും 4 സീറ്റിൽ മത്സരിക്കും. ബാക്കിയുള്ള 15 സീറ്റിൽ CPI മത്സരിക്കാനാണ് ധാരണ. ഈ മാസം 10 ചേരുന്ന മുന്നണി നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമാകും. ഓരോ മണ്ഡലത്തിൻ്റെ ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ ഞങ്ങൾ മുന്നണിക്കകത്ത് വിശദമായി ചർച്ചയും പരിശോധനയും ചിന്തയും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ 10-ാം തീയതി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കും. ആ തീരുമാനം LDF വിശദമായി ചർച്ച ചെയ്ത് LDF ആ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. ലോക്സഭാ സീറ്റിൽ മോഹമുള്ള RJD ആവശ്യമുന്നയിക്കാൻ തയ്യാറായിരിക്കുകയാണെങ്കിലും പരിഗണിക്കില്ല. സീറ്റ് വിഭജനത്തിൽ ധാരണയായതോടെ ശനിയാഴ്ച മുതൽ തുടങ്ങുന്ന CPIM CPI നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. ലോക്സഭയിൽ 2 സീറ്റെന്ന ആവശ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞെങ്കിലും ജൂണിൽ ഒഴിവുവരുന്ന 2 രാജ്യസഭാ സീറ്റുകളിൽ 1 ലഭിക്കണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആവശ്യം. ജൂണിൽ കാലാവധി പൂർത്തിയാകുന്ന രാജ്യസഭാംഗങ്ങളിൽ ഒരാൾ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് കേരള കോൺഗ്രസ് എം രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ശ്രീജിത്ത് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 സീറ്റ് എന്നൊരു ആവശ്യത്തിൽ നിന്ന് കേരള കോൺഗ്രസ് എം പിന്നിലേക്ക് പോയിരിക്കുന്നു. 4 സീറ്റിൽ കൂടുതൽ CPI ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായി LDF-ൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാൻ തത്വത്തിൽ ധാരണയായി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ കേരള കോൺഗ്രസ് എം ഇനി അതിന്മേൽ സീറ്റിൻ്റെ കാര്യത്തിൽ ഇനി ചർച്ചയില്ല എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നതും? അപ്പോൾ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുന്നു. രാജ്യസഭാ സീറ്റും കൂടെ കിട്ടുന്നതോടുകൂടി കേരള കോൺഗ്രസ് ഹാപ്പിയായി. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അരുൺ, ലോക്സഭാ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ ധാരണയായിട്ടില്ല. അരുൺ സൂചിപ്പിച്ച പോലെ കാര്യമായ അസ്വാരസ്യങ്ങളോ ഭിന്നതയോ ഒന്നുമില്ലാതെയാണ് LDF-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സീറ്റ് വിഭജനം പൂർത്തിയാകുന്നത്. മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളുമായി മുന്നണി നേതൃത്വം ആശയവിനിമയം നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധാരണ രൂപപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ 20 സീറ്റുകളിൽ 15 CPIM മത്സരിക്കും, 4 CPI മത്സരിക്കും. CPI മത്സരിക്കുന്ന സീറ്റുകൾ തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂർ, വയനാട് സീറ്റുകളാണ്. കേരള കോൺഗ്രസ് എം നേരത്തെ UDF-ലായിരുന്നപ്പോൾ അവർ മത്സരിച്ചിരുന്ന കോട്ടയം സീറ്റ് തോമസ് ചാഴിക്കാടനാണ് അവിടുത്തെ MP. അദ്ദേഹം മത്സരിച്ച കോട്ടയം സീറ്റ് തന്നെ ഈ നൽകും. ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എം ഒരു സീറ്റ് കൂടി ആവശ്യപ്പെട്ടത് പത്തനംതിട്ടയായിരുന്നു അവർക്ക് താല്പര്യം. പത്തനംതിട്ടയിൽ CPM മത്സരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല വിജയസാധ്യത തങ്ങൾക്കാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സീറ്റ് ആവശ്യപ്പെട്ടത്. എന്നാൽ പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനുള്ള ബുദ്ധിമുട്ട് CPI നേതൃത്വം അറിയിച്ചു. അപ്പോഴാണ് രാജ്യസഭാ സീറ്റിലുള്ളൊരു താല്പര്യം കൂടി പ്രകടിപ്പിച്ചത്. രാജ്യസഭാ സീറ്റിൽ ഇതുവരെ അന്തിമ ധാരണയായിട്ടില്ല. അപ്പോൾ ചർച്ച ചെയ്യാവുന്ന നിലപാടാണ് CPI നേതൃത്വത്തിലുള്ളത്. ജൂണിലാണ് 3 സീറ്റുകൾ കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്നത്. അതിലൊന്ന് എളമരം കരീമിൻ്റെ സീറ്റാണ്. മറ്റൊന്ന് CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിൻ്റെ സീറ്റാണ്. മൂന്നാമത്തേതായി ജോസ് കെ മാണിയുടെ സീറ്റും ഒഴിവ് വരുന്നു. എന്നാൽ 3 ഒഴിവുകളിൽ 2 സീറ്റുകൾ മാത്രമേ വിജയിപ്പിക്കാൻ LDF-ന് കഴിയൂ. ഒരു സീറ്റ് UDF-നാണ് വിജയിപ്പിക്കാൻ കഴിയുക. ഈ 2 സീറ്റിൽ CPI കൂടി ക്ലെയിം ഉന്നയിച്ചാൽ അപ്പോൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തർക്കത്തിനുള്ള സാധ്യതയും ഉണ്ടാകും.